1897 വസന്തകാലം. കോർണിഷ് ഉപദ്വീപിന്റെ അറ്റത്തുള്ള പോർദോ ഉൾക്കടലിന് സമീപം ഒരു ചെറിയ സംഗീതത്തിൽ ഹോംസും ഞാനും ഒത്തുകൂടി. കുറച്ചു കാലം തിരക്കുകളിൽ നിന്നൊഴിഞ്ഞ് വിശ്രമാർത്ഥം അവിടെ കഴിയാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. എന്നാൽ ആ സമയത്താണ് എനിക്ക് ദുഃഖവും എൻ്റെ സുഹൃത്തിന് ആത്മാർത്ഥമായ ആഹ്ലാദവും ജനിപ്പിച്ചുകൊണ്ട് ഒരു പ്രശ്നം പൊടുന്നനെ ഞങ്ങളുടെ വാതിൽപ്പടിയിൽ വന്നുമുട്ടിയത്. പശ്ചിമ ഇംഗ്ലണ്ടിനെ അങ്ങേയറ്റം ഇളക്കിമറിച്ച സംഭവ പരമ്പരകളുടെ മധ്യത്തിലേക്ക് ഞങ്ങൾ എടുത്തെറിയപ്പെട്ടു. അക്കാലത്ത് ലണ്ടൻ പത്രങ്ങളിൽ കോർണിഷ് ഭീകരത എന്ന പേരിൽ പ്രത്യക്ഷപ്പെട്ട അവിശ്വസനീയമായ ആ സംഭവത്തിന്റെ വിവരങ്ങൾ ഞെട്ടിക്കുന്നവയാണ്. ഗ്രാമപ്രദേശത്തിലെ വികാരിയായ റൗണ്ടേ ഒരു പുരാവസ്തു ഗവേഷകൻ കൂടിയായിരുന്നു. ആ നിലയിൽ ഹോംസ് അദ്ദേഹവുമായി സമ്പർക്കം പുലർത്തി. സ്ഥൂലഗാത്രനും സൗമ്യശീലനുമായ ഒരു മധ്യവയസ്കനായിരുന്നു അദ്ദേഹം. ഞങ്ങൾ അദ്ദേഹത്തിന്റെ വസതിയിൽ വെച്ച് മോർട്ടിമർ ടെഗ്രിനീസ് എന്നൊരു മാന്യനുമായി പരിചയപ്പെടുകയും ചെയ്തു. വികാരിയുടെ വലിയ വസതിയിലെ 1-2 മുറികൾ വാടകയ്ക്കെടുത്തു താമസിക്കുകയായിരുന്നു ആ മനുഷ്യൻ. കൂനോട് കൂടിയ ഇരുണ്ടു മെലിഞ്ഞ കന്നടക്കാരനായിരുന്നു മോർട്ടിമർ. ഞങ്ങളുടെ സന്ദർശന സമയത്ത് വികാരി വളരെ പ്രസന്നനും വാചാലനുമായി കാണപ്പെട്ടപ്പോൾ ഈ താമസക്കാരൻ മൗനം പൂണ്ടിരുന്നതേയുള്ളൂ. ഈ 2 വ്യക്തികളാണ് മാർച്ച് 16-ാം തീയതി ചൊവ്വാഴ്ച ഞങ്ങളുടെ ചെറിയ മുറിയിലേക്ക് കയറി വന്നത്. പ്രാതൽ കഴിച്ചിട്ട് പുകവലിക്കുകയായിരുന്നു ഞങ്ങൾ. വികാരി പറഞ്ഞു, ഹോംസ്, ഇന്നലെ രാത്രി അസാധാരണമായ ഒരു സംഭവമുണ്ടായി. തികച്ചും ദാരുണം. നിങ്ങൾ ഏതായാലും ഗൃഹമായിട്ടാണ് ഞങ്ങൾ കരുതുന്നത്. നിങ്ങളല്ലാതെ ഇതിനു പറ്റിയ ഒരാൾ വേറെയില്ല. ഞാൻ പറയണോ അതോ അങ്ങ് പറയുന്നോ? മോർട്ടിമർ വികാരിയോട് ചോദിച്ചു. ഒരുപക്ഷെ ആദ്യം ഞാൻ തന്നെ ചിലത് പറയുകയായിരിക്കും നല്ലത്. വികാരി മുൻകൈയെടുത്തു. ഈ സ്നേഹിതൻ ഇന്നലെ രാത്രി അദ്ദേഹത്തിന്റെ 2 സഹോദരന്മാരോടൊന്നിച്ച് അവരുടെ സഹോദരി ബ്രണ്ടയുടെ ഭവനത്തിലായിരുന്നു. ഓവനും ജോർജുമാണ് സഹോദരന്മാർ. അവർ 4 പേരും ഊൺമേശയ്ക്ക് ചുറ്റുമിരുന്ന് രാത്രി 10 മണിവരെ ചീട്ട് കളിച്ചു. 10 മണിക്ക് ശേഷം മോർട്ടിമർ തിരിച്ചു പോരുമ്പോൾ എല്ലാവരും ഉല്ലാസത്തിലും ഉന്മേഷത്തിലുമായിരുന്നു. മോർട്ടിമർ ഇന്ന് പുലർച്ചയ്ക്ക് ആ വഴിക്ക് നടന്നു പോകുമ്പോൾ ഡോക്ടർ റിച്ചാർഡ് വണ്ടിയിൽ അതിലേക്ക് കടന്നുപോയി. അടിയന്തര സന്ദേശം ലഭിച്ചതനുസരിച്ച് ട്രെഡനിക് വാർത്തായിലേക്ക് പോവുകയാണെന്ന് ഡോക്ടർ പറഞ്ഞു. കാര്യമറിയാങ്ങെ പരിഭ്രമിച്ച് മോർട്ടിമറും കൂടെ പോയി. അവിടെ ചെന്നപ്പോൾ അസാധാരണമായ സ്ഥിതിവിശേഷമാണ് കണ്ടത്. സഹോദരന്മാരും സഹോദരിയും അദ്ദേഹം അവിടം വിട്ടപ്പോൾ കണ്ടപാടെ അതേ ഇരിപ്പിടങ്ങളിൽ തന്നെയായിരുന്നു. ചീട്ടുകൾ മേശപ്പുറത്ത് ചിതറിക്കിടക്കുന്നുണ്ടായിരുന്നു. മെഴുകുതിരി കീഴറ്റം വരെ എരിഞ്ഞു തീർന്നിരുന്നു. സഹോദരി മരിച്ച് മരവിച്ച് കല്ലുപോലെയായിട്ടുണ്ട്. എന്നാൽ സഹോദരന്മാരാകട്ടെ അവളുടെ ഇരുവശങ്ങളിലും ഇരുന്ന് ചിരിക്കുകയും അലറുകയും പാട്ട് പാടുകയുമായിരുന്നു. ബോധം അവർക്ക് നിശ്ലേഷം നഷ്ടപ്പെട്ടിരിക്കുന്നു. മരിച്ച സ്ത്രീ ഉൾപ്പെടെ എല്ലാവരുടെയും മുഖങ്ങളിൽ അത്യുൽക്കടമായ ഭയസംക്രാന്തിയുടെ തീക്ഷ്ണഭാവങ്ങൾ അപ്പോഴും തങ്ങി നിന്നിരുന്നു. വീട്ടുകാവൽക്കാരിയും പാചകക്കാരിയുമായ മിസ്സിസ് പോർട്ടർ എന്ന വൃദ്ധയല്ലാതെ ആ വീട്ടിൽ വേറെ ആരും ഉണ്ടായിരുന്നതായി തെളിവില്ല. കിടന്നുറങ്ങിപ്പോയെന്നും രാത്രിയിൽ ഒച്ചയൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ലെന്നും അവർ പറഞ്ഞു. യാതൊന്നും മോഷ്ടിക്കപ്പെട്ടതായോ കുഴച്ചു മറിക്കപ്പെട്ടതായോ കണ്ടില്ല. ഇതാണ് ചുരുക്കത്തിൽ എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് ഇത് തെളിയിച്ചു തന്നാൽ വലിയൊരു സഹായമായിരിക്കും. അല്പനേരം താൻ കേട്ട വിചിത്ര കഥയിൽ ലീനനായിരുന്ന ശേഷം ഹോംസ് താൻ ആ കേസ് ഏറ്റെടുക്കാമെന്ന് സമ്മതിച്ചു. അതിനു മുമ്പ് തന്റെ കുടുംബത്തിൽ സംഭവിച്ച അത്യാഹിതത്തെ പറ്റി മോർട്ടിമർക്ക് എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചു. വിറയാർന്ന സ്വരത്തിൽ അയാൾ പറഞ്ഞു തുടങ്ങി. വികാരിയച്ഛൻ പറഞ്ഞതുപോലെ ഇന്നലെ അത്താഴത്തിന് ഞാൻ അവിടെയായിരുന്നു. അത് കഴിഞ്ഞ് സ്വല്പനേരം ചീട്ട് കളിക്കാമെന്ന് എന്റെ മൂത്ത സഹോദരൻ ജോർജ് അഭിപ്രായപ്പെട്ടു. 9 മണിയായി കാണും. ഞങ്ങൾ കളിക്കാനിരുന്നപ്പോൾ 10:15 ഞാൻ പോകാനിറങ്ങി.
ഞാൻ പോന്നപ്പോൾ അവർ മൂവരും മേശയ്ക്ക് ചുറ്റും കളിതമാശങ്ങൾ പറഞ്ഞിരിക്കുകയായിരുന്നു. നിങ്ങളെ ആരാണ് യാത്രയാക്കിയത്? പാചകക്കാരി ഉറക്കം പിടിച്ചിരുന്നത് കൊണ്ട് ഞാൻ തനിച്ചാണ് ഇറങ്ങിപ്പോന്നത്. ഞാൻ പുറത്തിറങ്ങിയ പാടെ ഹാൾമുറിയുടെ വാതിൽ ഞാൻ തന്നെ അടച്ചു. അവർ ഇരുന്ന മുറിയുടെ ജനാല നേരത്തെ അടച്ചിരുന്നു, എന്നാൽ കർട്ടൻ ഇട്ടിരുന്നില്ല. ഇന്ന് പുലർച്ചയ്ക്ക് ചെല്ലുമ്പോൾ അതിനൊരു മാറ്റവും വന്നിട്ടില്ലായിരുന്നു. അന്യർ ആരും അകത്തു കടന്നതിൻ്റെ യാതൊരു സൂചനയും കണ്ടില്ല. പക്ഷേ അകത്ത് സഹോദരന്മാർ രണ്ടുപേരും സുബോധം നഷ്ടപ്പെട്ടവരായും സഹോദരി ബ്രണ്ട ഭയാക്രാന്തയായി പ്രതിപ്പെട്ടതായും കാണപ്പെട്ടു. ഇരുന്ന കസേരയുടെ കൈമേൽ അവളുടെ തളർന്നു തണുത്ത തല തൂങ്ങിക്കിടന്നു. നിങ്ങൾ പറഞ്ഞതുപോലെയാണ് വസ്തുതയെങ്കിൽ അത് തീർച്ചയായും ശ്രദ്ധേയമായിരിക്കുന്നു, ഹോംസ് പറഞ്ഞു. ഒരു നിമിഷം കഴിഞ്ഞ് അദ്ദേഹം തുടർന്നു. നിങ്ങൾ ഒരുമിച്ച് ചിലവഴിച്ച ഇന്നലത്തെ സംഭവങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ആ ദുരന്തത്തിന്റെ ഉറവിടത്തിലേക്ക് വെളിച്ചം വീഴ്ചുന്ന എന്തെങ്കിലും ഓർമ്മയിൽ തങ്ങി നിൽപ്പുണ്ടോ? ചിന്തിച്ചു നോക്കൂ, മിസ്റ്റർ ട്രിഗിനീസ്. ഒന്നുമില്ല മിസ്റ്റർ ഹോംസ്. എന്നെ സഹായിക്കുന്ന യാതൊന്നും നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാനില്ലേ? ഒരു നിമിഷത്തേക്ക് മോർട്ടിമർ ടിഗ്രിനീസ് ആലോചനയിലായിരുന്നു. ഒരു സംഭവം ഓർമ്മിക്കുന്നുണ്ട്. ഞങ്ങൾ മേശയ്ക്ക് ചുറ്റും ഇരുന്നപ്പോൾ ഞാനും ജോർജും അഭിമുഖമായിരുന്നു. ഞാൻ ജനാലയ്ക്ക് പുറംതിരിഞ്ഞും ജോർജ് ജനാലയ്ക്ക് നേരെയും. ഒരിക്കൽ അയാൾ എൻ്റെ തോളിന് മുകളിലൂടെ പുറത്തേക്ക് സൂക്ഷിച്ചു നോക്കുന്നത് കണ്ട് ഞാനും നോക്കി. ജനൽ ശീല ഉയർത്തി വെച്ചിരിക്കുകയായിരുന്നു, അതുകൊണ്ട് പുറത്തെ കാഴ്ചകൾ കഷ്ടിച്ച് കാണാമായിരുന്നു. തോട്ടത്തിലെ കുറ്റിച്ചെടികൾക്കുമിടയിൽ കൂടി എന്തോ തെന്നി മാറുന്നത് പോലെ എനിക്ക് തോന്നി. മനുഷ്യനാണോ മൃഗമാണോ അതെന്ന് തീർത്ത് പറയാൻ നിവൃത്തിയില്ല. എങ്കിലും എന്തെങ്കിലും അവിടെ ഉണ്ടെന്നത് തന്നെ എനിക്ക് തോന്നി. എൻ്റെ സഹോദരനും അതേ തോന്നൽ ഉണ്ടായെന്ന് അയാളും പറഞ്ഞു. ഇതേ എനിക്ക് പറയാനുള്ളൂ. അതേക്കുറിച്ച് നിങ്ങൾ കൂടുതൽ പരിശോധന നടത്തിയോ? ഇല്ല. അപ്രധാന കാര്യമായി ഞങ്ങളത് തള്ളിക്കളഞ്ഞു. അതങ്ങനെ പോയി. ഒട്ടും താമസിക്കാതെ ഇനി ട്രെഡനിക്ക് വാർത്തായിലേക്ക് തന്നെ പോവുകയാണ് വേണ്ടതെന്ന് തോന്നുന്നു. ഇത്ര കുഴഞ്ഞു മറിഞ്ഞ കേസ് ഇതിനു മുമ്പ് ഞാൻ കൈകാര്യം ചെയ്തിട്ടില്ലെന്നും കൂടി പറഞ്ഞു കൊള്ളട്ടെ. ഞങ്ങൾ ആ വീട്ടിലേക്കുള്ള ഇടുങ്ങിയ പാതയിലൂടെ നടന്നപ്പോൾ എതിരെ വരുന്ന ഒരു വണ്ടിയിൽ മോർട്ടിമറുടെ വിഭ്രാന്തി ബാധിച്ച സഹോദരങ്ങളെ കൊണ്ടുപോകുന്നത് കണ്ടു. അയ്യോ, എൻ്റെ കൂടപ്പിറപ്പുകൾ! മോർട്ടിമർ നിലവിളിച്ചു പറഞ്ഞു. അവരെ ഹെൽസ്റ്റണിലേക്ക് കൊണ്ടുപോവുകയായിരിക്കും. ഞങ്ങൾ നേരെ സംഭവം നടന്ന വീട്ടിലേക്കും പോയി. ഒരു വലിയ ബംഗ്ലാവായിരുന്നു അത്. അതിൻ്റെ മുൻവശത്ത് ഒരു ഉദ്യാനവും ഉണ്ടായിരുന്നു. കുടുംബാംഗങ്ങളിരുന്ന് ചീട്ട് കളിച്ചിരുന്ന മുറിക്ക് തോട്ടത്തിലേക്ക് ഒരു ജനലുണ്ടായിരുന്നു. ടെഗ്രിനീസിന്റെ വിവരണമനുസരിച്ച് ഈ ജാലകത്തിൽ കൂടിയാണ് ഏതോ അജ്ഞാത ദുർഭൂതം അകത്തു കടന്ന് നിമിഷം കൊണ്ട് മാരകമായ ഭയം ജനിപ്പിച്ച് അവരെ അസ്തപ്രജ്ഞരാക്കിയത്. ഹോംസ് സാവകാശം പുറത്ത് ചുറ്റി നടന്ന് തോട്ടത്തിലെ പൂച്ചട്ടികളും നടപ്പാതകളും സൂക്ഷ്മ പരിശോധന നടത്തി. ഞങ്ങൾ വീട്ടിനുള്ളിൽ പ്രവേശിച്ചപ്പോൾ ആ വയസ്സ് ചെന്ന പാചകക്കാരി മിസ്സസ് പോർട്ടർ അവിടെയുണ്ടായിരുന്നു. ഹോംസിന്റെ ചോദ്യങ്ങൾക്കെല്ലാം അവർ ഉടനുടൻ മറുപടി കൊടുത്തു. പാചകക്കാരിയുമായുള്ള സംഭാഷണത്തെ തുടർന്ന് ഞങ്ങൾ മൃതശരീരം കിടന്ന 2ാം നിലയിലേക്ക് പോയി. ആ യുവതിയുടെ മുഖം മനോഹരവും തേജസ്സുറ്റതുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ സുന്ദരവദനം ഹൃദയഭേദകമായ ഭയവിഭ്രാന്തിയിൽ കോച്ചുളുക്കി വിരൂപമായും ഭീമത്സമായും കാണപ്പെട്ടു. ആ മുറിയിൽ നിന്ന് ഞങ്ങൾ താഴെ ഇറങ്ങി ദുരന്തത്തിന്റെ യഥാർത്ഥ രംഗവേദിയായിരുന്ന ഇരിപ്പ് മുറിയിലേക്ക് പോയി. രാത്രി മുഴുവൻ കത്തിയെരിഞ്ഞ തീയുടെ കരിയും ചാരവും നെരുപ്പോടിന് ചുറ്റും കൂടിക്കിടന്നിരുന്നു. മേശപ്പുറത്ത് 4 മെഴുകുതിരികൾ കത്തിത്തീർന്ന നിലയിൽ കണ്ടു. കളിച്ചിട്ട് മേശപ്പുറം മുഴുവൻ നിരന്ന് പരന്നു കിടന്നു. കസേരകൾ മാത്രം സ്ഥാനം മാറ്റി
ഭിത്തിയോട് ചേർത്തിട്ടിരിക്കുന്നത് കണ്ടു. ഹോംസ് മുറിയിലെല്ലായിടവും പരിശോധിച്ചു. കസേരകളിൽ മാറി മാറിയിരുന്നും അവയുടെ സ്ഥാനം മാറ്റിയും പലപാട് പരിശോധന തുടങ്ങി. അകത്തിരുന്നാൽ ഉദ്യാനത്തിന്റെ ദൃശ്യം എത്രത്തോളം ലഭിക്കുമെന്ന് നിരീക്ഷിച്ചു. എന്തിനാണ് ഈ തീയെ? അദ്ദേഹം ചോദിച്ചു. വസന്തകാല സമയത്ത് സന്ധ്യയ്ക്ക് ഈ കൊച്ചുമുറിയിൽ അവർ തീ കാഞ്ഞിരുന്നു. മുറിയിൽ തണുപ്പും ഈർപ്പവും ഉണ്ടായിരുന്നതുകൊണ്ട് താൻ വന്നതിനു ശേഷം തീ കത്തിച്ചുവെന്ന് ട്രിഗനീസ് സമാധാനം പറഞ്ഞു. ഞങ്ങളുടെ പോർട്ട് വസതിയെ തിരിച്ചെത്തിയ ശേഷം ഹോംസ് കുറെ നേരം അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട കസേരയിൽ ചുരുണ്ടുകൂടിയിരുന്നു. പിന്നീട് ഞങ്ങൾ പാറയിടുക്കുകളുടെ അരികെ പറ്റി നടന്നു. അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം തുടർന്നു. മോർട്ടിമർ പറഞ്ഞത് സത്യമെങ്കിൽ അയാൾ പോയ ഉടനെയായിരുന്നു സംഭവം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ണിയാണ്. അത് രാത്രി 11 മണിക്കായിരിക്കുമല്ലോ. അടുത്തതായി ചെയ്യാനുള്ള അനിവാര്യമായ അന്വേഷണം മുറിയിൽ നിന്നും പോയ ശേഷമുള്ള ട്രിഗനീസിന്റെ ചലനങ്ങളെയും ഗതിവിഗതികളെയും കുറിച്ചാണ്. അതിൽ പ്രയാസമോ സംശയമോ ഞാൻ കാണുന്നില്ല. ട്രിഗനീസിനെ രംഗത്തു നിന്ന് ഒഴിവാക്കിയാൽ പുറത്തുനിന്ന് മറ്റൊരാൾ കയ്യേറ്റത്തിന് വന്നതായി സങ്കല്പിക്കണം. ആ വ്യക്തിയെ എങ്ങനെ കണ്ടുപിടിക്കും? മിസ്സിസ് പോർട്ടറെ പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. അവർ ഉപദ്രവകാരിയല്ല. തോട്ടത്തിൽ കൂടി ആരെങ്കിലും പതുങ്ങി പതുങ്ങി വന്ന് ജനാലയ്ക്കൽ കൂടി അവരെ പേടിപ്പെടുത്തി ബോധം നഷ്ടപ്പെടുന്നവണ്ണം എന്തെങ്കിലും അതിക്രമം ചെയ്തതായിരിക്കുമോ? ട്രിഗനീസിന്റെ വിവരണമാണ് ആ വിധത്തിൽ സംശയിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. തോട്ടത്തിൽ ആരോ അനങ്ങിയതായി സഹോദരൻ പരാതിപ്പെട്ടെന്ന് അയാൾ പറഞ്ഞല്ലോ. ഞങ്ങൾ തിരിച്ച് താമസ സ്ഥലത്തെത്തിയപ്പോൾ അവിടെ ഞങ്ങളെ പ്രതീക്ഷിച്ച് ഒരാൾ കാത്തിരിപ്പുണ്ടായിരുന്നു. അതോടെ ഞങ്ങളുടെ ശ്രദ്ധ വീണ്ടും ട്രിഗനീസ് കുടുംബ ദുരന്തത്തിലേക്ക് തിരിഞ്ഞു. സന്ദർശകൻ സ്വയം പരിചയപ്പെടുത്താതെ തന്നെ ഞങ്ങൾക്ക് അറിയാവുന്ന ആളായിരുന്നു. ആ തടിച്ച ഉടലും ഗൗരവവും കാർക്കശ്യവും ദ്യോതിപ്പിക്കുന്ന മുഖവും ചോരക്കണ്ണും ചാരനിറം പൂണ്ട തലമുടിയും മച്ചിൽ തൊടുമാറുള്ള ഉയരവും ആരുടെയാണെന്ന് ലണ്ടനിലും ആഫ്രിക്കയിൽ പോലും പരക്കെ അറിയപ്പെട്ടിരുന്നു. പ്രസിദ്ധ സിംഹവേട്ടക്കാരനും നിരീക്ഷണ സഞ്ചാരിയും അതുല്യ വ്യക്തിപ്രഭാവത്തിനും ഉടമയായ ഡോക്ടർ ലിയോൺ, ഞങ്ങളുടെ സന്ദർശകൻ. ആഗതൻ വളരെ ആകാംക്ഷപൂർവം ആ കേസിന്റെ അന്വേഷണത്തിൽ എന്തെങ്കിലും പുരോഗതി ഉണ്ടോ എന്ന് ഹോംസിനോട് ചോദിച്ചു. പോലീസുകാർ പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇനി താങ്കളുടെ വിപുലമായ അനുഭവ പരിചയത്തിൽ നിന്നും വേണം എന്തെങ്കിലും ഉരുത്തിരിത്തു വരാൻ. അദ്ദേഹം തുടർന്നു. തുടരും. you